ഹലോ, ഹമീൻസ് കുക്കിംഗ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വെറും 3 മിനിറ്റിനുള്ളിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു കിടിലൻ കോഫി പുഡിങ്ങിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്, വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ടു നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് പുഡിംഗ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ഇതിനായിട്ട് ഇപ്പോൾ ഞാനൊരു 3 ടേബിൾ സ്പൂണോളം കോൺഫ്ലോർ ഒരു ബൗളിലേക്ക് എടുത്തിട്ടുണ്ട്. ഇത് ഇനി ഒരു 1/4 കപ്പ് വെള്ളത്തിൽ നന്നായിട്ട് കട്ടയൊന്നും കെട്ടാതെ മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യണത്. ഇപ്പോൾ കോൺഫ്ലോർ കട്ടയൊന്നും കെട്ടാതെ നല്ല പോലെ മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു ബൗൾ എടുക്കുക. അതിലേക്ക് ഇപ്പോൾ ഞാൻ 2 ടേബിൾ സ്പൂണ് കോഫി പൗഡർ ഇട്ട് കൊടുക്കുകയാണ്. ഞാനിപ്പോൾ യൂസ് ചെയ്തിട്ടുള്ളത് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് കേട്ടോ. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഇതും നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ചില കോഫി പൗഡർ മിക്സ് ചെയ്യുന്ന സമയത്ത് തരിയായിട്ട് കിടക്കുന്നുണ്ടാവും. അങ്ങനെ ഉണ്ടെങ്കിലൊന്ന് അരിപ്പയിലൂടെ അരിച്ചെടുത്തിട്ട് ആ വെള്ളം മാത്രം യൂസ് ചെയ്താൽ മതി കേട്ടോ. ആ തരി അങ്ങോട്ട് കളയണം. അത് നമുക്ക് പുഡിങ്ങിലേക്ക് ആവശ്യമില്ല. അങ്ങനെ ഇപ്പോൾ ഞാനിത് നല്ല പോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെച്ചിട്ട് നമുക്ക് പുഡിങ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. പുഡിങ് ഉണ്ടാക്കാനായിട്ട് ഇപ്പോൾ ഞാൻ ഒരു പാന് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഇപ്പോൾ ഞാൻ 1/2 ലിറ്റർ പാലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 1/2 കപ്പോളം പഞ്ചസാരയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നല്ല പോലെ തിളപ്പിച്ചെടുക്കുക കേട്ടോ. പാലൊന്ന് നല്ല പോലെ തിളച്ചു വരട്ടെ. ഇപ്പോൾ പാല് നല്ല പോലെ തിളച്ചു വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കോഫി മിക്സ് ഉണ്ടല്ലോ, അത് ആദ്യം ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ കോഫി പൗഡറും ഇതിലേക്ക് നല്ല പോലെ മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കോൺഫ്ലോറിൻ്റെ മിക്സില്ലേ, അതും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി കോൺഫ്ലോർ മിക്സ് ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ തീ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കൈ വിടാതെ ഇളക്കി കൊടുത്തോണ്ടിരിക്കുക കേട്ടോ. കൈ വിടരുത്, കാരണം കട്ട പിടിച്ചു പോവും. ഈ ഒരു ബാറ്റർ നല്ല തിക്കായിട്ട് വരുന്നത് വരെ കൈ വിടാണ്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക. ഒരു 3 മിനിറ്റ് ആകുമ്പോഴത്തേക്കിന് ഈ ബാറ്റർ കണ്ടോ ഇതുപോലെ നല്ല തിക്കായി കുറുകി വരും. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിനെ പുഡിങ് സെറ്റ് ചെയ്യാനുള്ള മോൾഡിലേക്ക് മാറ്റാം. ഞാനിപ്പോൾ ഇതുപോലൊരു ഗ്ലാസിൻ്റെ ട്രേ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് കുറച്ച് എണ്ണ ഒന്ന് ആദ്യം ഗ്രീസ് ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് വേണം നമ്മുടെ പുഡിങ്ങിൻ്റെ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. ചൂടോട് കൂടെ തന്നെ വേണം കേട്ടോ ഈ ബാറ്റർ നമ്മുടെ മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. എന്നിട്ടിത് പുറത്ത് വെച്ചിട്ട് നല്ല പോലെ ഒന്ന് ചൂട് പോവാനായിട്ട് മാറ്റി വെക്കുക. നന്നായിട്ട് ചൂട് പോയതിന് ശേഷം ഫ്രിഡ്ജിലും കൂടെ 1 മണിക്കൂർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കുക. അതിനുശേഷം നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. അങ്ങനെ ഇതിപ്പോൾ നന്നായിട്ട് ചൂട് പോയി 1 മണിക്കൂർ ഞാൻ ഫ്രിഡ്ജിലും വെച്ച് തണുപ്പിച്ചെടുത്തതാണ്. ഇപ്പോൾ നമ്മുടെ പുഡിങ് നന്നായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ നമുക്ക് ഇതുപോലെ ട്രേയിൻ്റെ അകത്തുനിന്ന് എടുത്തു മാറ്റാം. അല്ലെങ്കിൽ നമ്മൾ എടുത്തു വെച്ച അതേ ട്രേയിൽ തന്നെ വെച്ചിട്ട് നമുക്കിത് സ്പൂൺ ഉപയോഗിച്ചിട്ട് കോരി കഴിക്കുകയും ചെയ്യാം കേട്ടോ. അങ്ങനെ നമ്മുടെ കിടിലൻ കോഫി പുഡിങ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ്, വളരെ എളുപ്പമാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ കേട്ടോ, തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ കാണാം, ഇതിൽ മുകളിൽ കാണുന്ന ഓൾ എന്ന ഓപ്ഷനും കൂടെ മറക്കാതെ പ്രസ് ചെയ്ത് വെക്കാം കേട്ടോ. എന്നാലേ ഈ ചാനലിലെ പുതിയ അപ്ഡേഷനുകളൊക്കെ ഉടനെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുള്ളൂ. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു അടിപൊളി റെസിപ്പിയുമായിട്ട് കാണാം.